ഇനി നമുക്കൊരു മീൻകറി ഉണ്ടാക്കിയാലോ? ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ മങ്കടയാണേ. ഞങ്ങൾക്കിന്നിവിടെ മങ്കടയാണ് കിട്ടിയത്. അപ്പോൾ ആ മീൻ വെട്ടി നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം. അതിന് ശേഷം നമുക്ക് പാൻ എടുത്തിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ആഡ് ചെയ്യണം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, ചുവന്നുള്ളി, അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റണം. അതൊന്ന് വഴന്ന് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്യണേ. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അങ്ങനെയുള്ള പൊടികൾ നമ്മൾ ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കുമാണ് നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് അതിൻ്റെ പൊടിമണം ഒന്ന് മാറി വരുന്ന ടൈം ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തോരം ഗ്രേവി നിങ്ങൾക്ക് വേണോ അതനുസരിച്ച് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം മെയിനായിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ളത് പുളിയാണ്. പുളി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നമുക്ക് ഉലുവാപ്പൊടിയും കൂടെ ആഡ് ചെയ്യാവേ. എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇന്ന് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കണം. നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി മീൻകറിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.